ഇന്നത്തെ മാധ്യമങ്ങളുടെ വാർത്തയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 43 ഇടങ്ങളിലാണ് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത്. അത് നിങ്ങളാണ് പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ ഈ ഇടങ്ങളിൽ? ആരുമായിട്ടാണ് ഇവർക്ക് കൂട്ട്? ആരെല്ലാമായിട്ടുള്ള ധാരണയെ പുറത്താണ് 43 സ്ഥലങ്ങളിൽ ഇവർ മത്സരിക്കാതിരിക്കുന്നത്? ഇപ്പോ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി കുറെ വാർഡുകളിൽ കൊടുത്തിട്ടില്ല. അതെ, കുറെ വാർഡുകൾ 5 ഇടങ്ങളും 5. ഈ 5 ഇടങ്ങളിൽ അവരാരുമായിട്ടായിരിക്കും ധാരണ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ 2015 തെരഞ്ഞെടുപ്പിൽ 11 സീറ്റിൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു ആ മുനിസിപ്പാലിറ്റി. 2020 BJP ഞങ്ങൾ ജയിച്ച 11 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല. എന്തിനായിരുന്നു ഉദ്ദേശം? അത് മറികടന്നിട്ടാണ് ഞങ്ങൾ 16 സീറ്റ് അവിടെ വിജയിച്ചത്. അപ്പോ ഞങ്ങൾ വിജയിച്ച സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ജില്ലയിൽ 43 ഇടങ്ങളിൽ BJPയും കോൺഗ്രസിന്റെയും ധാരണ പ്രകാരം തുടരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അവരുടെ നിലപാട്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ എന്തെല്ലാം ഇനി ഇടപാടുകൾ നടക്കുമെന്ന് നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റും? മാധ്യമങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഞങ്ങളുടെ മുന്നണിയിലെ ഏതോ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നോണ്ടി വലുതാക്കാൻ നോക്കുന്നുണ്ടല്ലോ. അതായത് ചൊറിയെന്ന് പറയില്ല, പിന്നാലെ നിന്ന് ചൊറിയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കാണാതെ പോകുന്നത് മുനിസിപ്പാലിറ്റിക്കകത്ത്? ആ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള മുൻ BJP നേതാവ് 2 പേരും, അപ്പോ അവരെല്ലാം നിങ്ങളെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊരു വാർത്തയ്ക്ക് വേണ്ടി കൊടുത്തു എന്നല്ലാതെ നിങ്ങളത് എന്താണ് അതിന്റെ വസ്തുത എന്ന് ഇപ്പോഴും മനസ്സിലാക്കി പുറത്തു കൊണ്ടുവരുന്നുണ്ടോ? എന്തായിരുന്നു അവരുടെ അഭിപ്രായ വ്യത്യാസം? എന്തിനായിരുന്നു അവരെ മാറ്റിയത്? എന്താണ് BJPയുടെ നേതൃത്വത്തിന്റെ ലക്ഷ്യം? അപ്പൊ അതെല്ലാം ഈ നാട്ടിൽ ഇങ്ങനെ പരസ്യമായി നടക്കുമ്പോൾ, അവരുടെ ഇടയിൽ തമ്മിത്തല്ല് വ്യാപകമായി നടക്കുമ്പോൾ, സീറ്റിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും എല്ലാത്തിനും വേണ്ടി നടക്കുമ്പോൾ നിങ്ങൾക്കത് പ്രശ്നമേ അല്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്കത് പ്രശ്നമേ അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പല വാർഡുകളിലും അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലടക്കം UDF വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നു. സ്പീക്കറിന്റെ എന്ത് പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമൊക്കെ വിടുന്ന ഇനി പറഞ്ഞ് നമ്മളടക്കം നാരണ്ട വെറുതെ എന്തിനാ ഇനി അതിന് വർത്താനം പറയുന്നത്? നിലവിൽ ഈ പുതുനഗര ആ പേരിനി അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പുതുനഗര പഞ്ചായത്തിലെ ലീഗാണ് ഭരിക്കുന്നത്. അവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ട് ഈ ടേമിലുള്ളത് BJP ആണ്. പക്ഷെ അവിടെയും 4 സീറ്റുകളിലാണ് BJP മത്സരിക്കാതിരിക്കുന്നത്. ലീഗിന്റെ പ്രധാനപ്പെട്ട അവിടെ ആളില്ല തങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങളെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഏഷ്യാനെറ്റുകാരൻ തന്നെ ചോദിക്കണം. ഏഷ്യാനെറ്റിന്റെ മുതലാളി അത് പരിശോധിച്ചാൽ മതി. ഏഷ്യാനെറ്റിന്റെ മുതലാളി അത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മതി. കൃത്യമായിട്ട് അതേപോലെ ഈ കേരളത്തിൽ നയിക്കുന്നത് BJP. അതങ്ങോട്ട് പരിശോധിക്കുക. അതാണ് അതിനുള്ള ഉത്തരം. ഞാനത് പറഞ്ഞല്ലോ, പൊളിറ്റിക്കലി അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 43 സീറ്റുകളിൽ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് ലീഗ് ജയിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ. അവർക്കെന്തെന്ന് അധികാരത്തിന് വേണ്ടി ആരുമായിട്ട് കൂട്ടുകൂടില്ലേ? ഈ പാലക്കാട് ടൗണിൽ ബൈ ഇലക്ഷനിൽ ഒരു കൈയിൽ മറ്റേ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും, മറ്റൊരു കൈയിൽ BJP അല്ലേ? BJPന്റെ 10,000 വോട്ട് ഒന്നാ പിടിച്ചോ? ഞങ്ങളിപ്പുറത്ത് SDPIന്റെയും ജമാഅത്തിന്റെയും എല്ലാ വോട്ടും ഞങ്ങളും തന്നകളെയാ. ഇതല്ലേ അവർ സ്വീകരിച്ച നിലപാട്? അവർക്കെന്ത് മുസ്ലിം ലീഗ്, അവർക്കെന്ത് മറ്റൊരു പാർട്ടി? അധികാരത്തിന് വേണ്ടി, ആ അധികാരത്തിലൂടെ അഴിമതി നടത്തുന്നതിനുള്ള ആർത്തി മൂത്തിട്ടാണ് ഇത്തരം നിലപാടുകളെല്ലാം ഇവർ ചെയ്യുന്നത്. അതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ അവർക്ക് മറ്റൊരു ലക്ഷ്യമില്ല. ഏത് വിധത്തിലും ആരെ കൂട്ടുപിടിച്ചു, ഏത് വർഗീയവാദികളെ കൂട്ടുപിടിച്ചു അധികാരത്തിൽ വരിക എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്, ഉദ്ദേശം വയ്ക്കുന്നത്. അത് മറ്റൊരു തരത്തിൽ BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. പുതുനഗരത്ത് കോലീബി സഖ്യമാണെന്നാണ് പറയുന്നത്. ഉറപ്പല്ലേ? കോലീബി സഖ്യം നമ്മൾ കണ്ടതല്ലേ? കേരളത്തിലാകെ നടത്തിയ കോലീബി സഖ്യം ഇപ്പോഴും പലയിടങ്ങളിലും രഹസ്യമായി നടക്കുന്നു, ചിലവിടെ മറന്നീക്കി പുറത്തു വരുന്നു. അതാണ് പുതുനഗരം പഞ്ചായത്തിൽ ഉണ്ടാകുന്നത്.
അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് കൃത്യമായി നിങ്ങൾ പത്രക്കാര്, മാധ്യമങ്ങൾ കണ്ടുപിടിക്കുക. കുറച്ചുകൂടി ഞങ്ങളെക്കാളും നല്ല, ഞങ്ങൾക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കാണ്, ഞങ്ങൾ അതിന്റെ പുറകിൽ പോട്ടെ, നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് കണ്ടുപിടിക്കും. ജില്ലയിൽ ഈ പല സ്ഥലത്തും പാർട്ടിയുടെ നേരത്തെയുള്ള പ്രാദേശിക നേതാക്കളും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വിമതരായി മത്സരിക്കുകയാണ്. അതിനൊരു പൊതു സംവിധാനമുണ്ട്. അപ്പോൾ വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, അലനല്ലൂർ, കോട്ടപ്പാടം ഇവിടെയൊക്കെ പാർട്ടിയിൽ പണ്ട് സജീവമായിരുന്ന ആളുകളാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. CPM-ലും മനുഷ്യന്മാരാണല്ലോ, മനുഷ്യന്മാരുടെ പാർട്ടിയാണ്. അപ്പൊ പല ഘട്ടത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പരിപൂർണമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. എന്നാലും അതിലൊന്നും തൃപ്തിയില്ലാത്ത ചില ആളുകൾ ഉണ്ടാകും. അവർക്കൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ മത്സരിക്കാൻ ഒരു ചിന്ത വരും. നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിനെന്തിനാണ് നമ്മൾ തടയുന്നത്? നമ്മളെന്തിനാ അങ്ങനെ തടയേണ്ട കാര്യം? അവർ മത്സരിക്കട്ടെ. അവരെല്ലാം കൂടി മത്സരിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ എന്താ പറയാൻ, ഏറ്റവും ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നമ്മൾ കാണുന്നു. ഒരു ഭീഷണിയില്ല. മണ്ണാർക്കാടൊക്കെ ഞങ്ങളെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ചോദിക്കാം. പൊതുവായ കാര്യങ്ങൾ പറയുക. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി നല്ല ചില വിജയം പാലക്കാട് ജില്ലയിൽ 13-നുണ്ടാവും. അതായിരിക്കും അതിനുള്ള മറുപടി. നിങ്ങൾ എൻ്റെ നാവ് കൊണ്ട് എന്തെങ്കിലും എല്ലാം പറയിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനൊരു ആഘോഷമാക്കാൻ വേണ്ടിയൊന്നും നോക്കണ്ട. അതിനുള്ള സമയമില്ല ഞങ്ങൾക്ക്. അല്ല, താങ്കളെ PK ശശി പറഞ്ഞിരിക്കുന്നത് താങ്കളൊരു സിനിമാ കഥയിലെ കഥാപാത്രം മാത്രമാണെന്നാണ്. അതായത് എല്ലാം എന്നെക്കുറിച്ച് മാത്രം പറയുന്നുവെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് താങ്കൾ എന്നെക്കുറിച്ചും അങ്ങനെ പറഞ്ഞതെന്നാണ് ശശി പറഞ്ഞു വെക്കുന്നത്. തൽക്കാലം അതിനിപ്പോൾ മറുപടിയില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ തൽക്കാലം അതിനുള്ള മറുപടിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കരുത്, മനസ്സിലായത്? ഇപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കരുത്. ശശിയായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും മറുപടിയില്ല. ആരെക്കുറിച്ചും ഒരാളെക്കുറിച്ചും ഇപ്പോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു കമന്റ്സും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. അതാണ് അതിനുള്ളത്. നിങ്ങൾ വെറുതെ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അത് നിങ്ങൾ പറയേണ്ട കാര്യം എപ്പോഴും പറയാൻ നല്ല ആർജവം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നൽകിയിരിക്കുന്നുണ്ട്. അത് ഏത് സമയത്തും അതിന്റെ എല്ലാ പ്രശ്നവും. ഇപ്പൊ അതിനുള്ള സമയമല്ലാന്ന്. നമുക്ക് എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇവിടെ 400 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് 2000 ആക്കി. 1000 വീതം വീട്ടമ്മമാർക്ക് 31,34,000 പേർക്ക് കൊടുക്കാൻ പോവുകയാണ്. 1000 രൂപ ആശാവർക്കർമാർക്ക് കൂട്ടി, അംഗനവാടി ടീച്ചർമാർക്ക് കൂട്ടി, ഹെൽപ്പർമാർക്ക് കൂട്ടി, പാചക തൊഴിലാളികൾക്ക് കൂട്ടി, മറ്റേ ജോലി തേടി പോകുന്ന യുവതി യുവാക്കൾക്ക് 1000, CDS-മാർക്ക് 1000 രൂപ. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആകെ ഏറ്റെടുത്ത് വലിയ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി 9-നും 11-നും കേരളത്തിലെ ബൂത്തുകളിൽ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ ചൊറിഞ്ഞ് എന്തെങ്കിലും ഒരു ഇതിന് പുറകോട്ടടി ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമില്ല. മാധ്യമങ്ങളൊക്കെ ഇതിനു മുമ്പും ഒരുപാട് ഞങ്ങളുടെ പിറകിൽ നടന്നിട്ട് ഞങ്ങൾ ഒരുപാട് അപവാദ പ്രചരണം നടത്തിയിട്ടുണ്ട്, തെറ്റായ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ചിട്ടാണ് 2021-ൽ രണ്ടാമതും തുടർച്ചയായ ഒരു ഭരണം ഈ കേരളത്തിൽ വന്നത്. നിങ്ങൾ നന്നായിട്ട് ഈ അപവാദ പ്രചരണം തുടരുക. 2026-ൽ ഞങ്ങൾ 3ാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുന്നണിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ ജില്ലാ നേതൃത്വം, CPI ജില്ലാ നേതൃത്വമായി ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പാർട്ടിയിലെ വിമതവുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ ഇലക്ഷൻ പ്രവർത്തനത്തിലാണ്. ഞങ്ങൾ എല്ലാ കാര്യവും ചർച്ച ചെയ്ത് പരിഹരിക്കും. മീഡിയ ഫണ്ട് അതിനൊരു ആശങ്കപ്പെടേണ്ട. നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ആശങ്ക? എന്തൊരു ഞങ്ങൾക്കില്ലാത്തൊരു ആശങ്ക എന്തിനാണ് നിങ്ങൾ? ഞങ്ങൾ പരിഹരിച്ചോളാം. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്കിനി BP കയറരുത്. ഇത് ചിന്തിച്ചിട്ട് മീഡിയ ഫണ്ടിന് റിപ്പോർട്ടറിന് BP കയറാൻ നോക്കാം. കാരണം നിങ്ങളുടെയും കൂടി ഒരു ശാരീരികമായ നിലനിൽപ്പ് ഞങ്ങളുടെ ആവശ്യമാണ്.
നിങ്ങളെപ്പോലുള്ള റിപ്പോർട്ടർമാരുണ്ട്. ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച്, ഞങ്ങളുടെ പാർട്ടിയിലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ചിന്തിച്ച് പ്രയാസപ്പെടേണ്ട. അതിന് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് അതിന് ഘടകങ്ങളുണ്ട്, നേതൃത്വമുണ്ട്, പാർട്ടി നേതാക്കളുണ്ട്, പല തട്ടിലുള്ള സഖാക്കളുണ്ട്. അത് അവർ ചിന്തിച്ചോളും, ചർച്ച ചെയ്തോളും, പരിഹരിച്ചോളും.